ഞങ്ങളുടെ വീട്ടിന്റെ അകത്ത് മാത്രം ഇരുന്നിട്ടുള്ള കാലഘട്ടം തീർന്നു. വെതറൊക്കെ മാറി മെല്ലെ പുറത്തൊക്കെ ഇനി ഇറങ്ങി തുടങ്ങാം. ഈ സമയം എത്ര പെട്ടെന്നാ പോകുന്നതല്ലേ. യുവി ഒരു സമ്മർ ബേബി ആയിരുന്നു. അത് കഴിഞ്ഞ് ഒരു ഫോൾ സീസൺ കഴിഞ്ഞു, വിന്റർ കഴിഞ്ഞു, ദേ സ്പ്രിംഗ് ആയി. ഇനിയിപ്പോ സമ്മർ ആവും, യുവിക്കൊരു വയസ്സും ആവും. ഈ ഒരു കാര്യത്തിൽ യുവി എന്നെ പോലെ തോന്നണോ? പച്ചപ്പിനോടും ഹരിതാപത്തിനോടും കാറ്റിനോടും നേച്ചറിനോടും ഒക്കെ ചെറിയൊരു സ്നേഹക്കൂടുതൽ കാണിക്കുന്നത് കാണാം. അത് ഒട്ടുമിക്ക എല്ലാ പിള്ളേരും അങ്ങനെയായിരിക്കും അല്ലേ? നമ്മളാണെങ്കിൽ ഇന്നൊരു ഡോക്ടേഴ്സ് അപ്പോയിന്റ്മെന്റ് കഴിഞ്ഞ് വന്നേ ഉള്ളൂ. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. യുവിയുടെ ഒരു റുട്ടീൻ ഗ്രോത്ത് ചെക്കപ്പ് എല്ലാ 8 to 12 വീക്സ് കൂടുമ്പോഴും ഇങ്ങനൊരു ഗ്രോത്ത് ചെക്കപ്പ് ഉണ്ട്. ആ പ്രായത്തിന് പറ്റുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടോ, റിയാക്ട് ചെയ്യുന്നുണ്ടോ, ഇമോഷൻസ് കാണിക്കുന്നുണ്ടോ, ഡെവലപ്മെന്റ്സ് ഉണ്ടോ, അങ്ങനെയൊക്കെ. ഇന്നാണെങ്കിൽ അപ്പോയിന്റ്മെന്റ് കഴിഞ്ഞപ്പോൾ ഇവന്റെ കയ്യിൽ കുഞ്ഞു കുഞ്ഞു ബ്രെഡിന്റെ പീസസ് കൊടുക്കാൻ പറഞ്ഞു. എനിക്കാണെങ്കിൽ അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത് മര്യാദയ്ക്ക് കഴിക്കുകയോ അതോ ഇനി ചോക്ക് ചെയ്യോ അങ്ങനെയൊക്കെ. പക്ഷെ യുവി നല്ല സുഖമായിട്ട് ഞാൻ അടിച്ചു വിട്ടു. ഇതായിരിക്കും ചിലപ്പോൾ പറയുന്നത് അമ്മമാർക്ക് ഒരിക്കലും പിള്ളേർ വലുതാവലില്ലാന്ന്. അപ്പൊ അതൊക്കെയായിരുന്നു ഇന്നത്തെ സംഭവ ബഹുലമായ കാര്യങ്ങള്. അതൊക്കെ പറഞ്ഞു തീർന്ന സ്ഥിതിക്ക് നമുക്കിന്ന് യുവി ബോയ്ക്ക് ഒരു ഡിന്നർ ഉണ്ടാക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ റവ നല്ലോണം കറുമുറാന്നൊന്ന് വറുത്തെടുത്തതിന് ശേഷം കുറച്ചധികം വെള്ളം ഒഴിച്ച് നല്ലോണം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ദേ ഈ ഒരു പരിവാവണം. ഇനി അതിലോട്ട് കുറച്ച് മാത്രം ബട്ടർ ആഡ് ചെയ്യാം. ബട്ടറിനേക്കാളും നല്ലത് എപ്പോഴും നെയ്യാണ്, പക്ഷെ ഇവിടെ നെയ്യ് തീർന്നുപോയി. റവയൊന്ന് വെന്ത് വന്നപ്പോൾ തന്നെ യുവിയുടെ കയ്യിലെ 2 പീസ് ബ്രെഡും തീർന്നു. അത് വിശ്വസിക്കാൻ പറ്റാത്തോണ്ടാ തോന്നുന്നു. കൈ തിരിച്ചു മറച്ചും ഒക്കെ നോക്കുന്നുണ്ട്, ഒന്നും കയ്യിലില്ലല്ലോ എന്ന്. ഇതാണ് യുവിയുടെ യൂഷ്വൽ സ്നാക്ക്. ഇത് മെയ്സ്റ്റിക് ആണേ. മുകളിൽ ക്യാരറ്റ് പൗഡർ പോലെ എന്തെങ്കിലും ഉണ്ടായിരിക്കും. അതിങ്ങനെ കടിച്ചും പറിച്ചും നോക്കിയിരിക്കാൻ യുവിക്ക് ഇഷ്ടമാണ്. പിന്നെ നമ്മൾ കുറെ നേരം ഇങ്ങനെ ചെറിയ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെയും കുറച്ചു നേരം പോവും. നമുക്കിനി പണിക്ക് കിടക്കാം. തോല് കളഞ്ഞ് കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞ പെയർ നമുക്കൊരു 5-8 മിനിറ്റ് ഒന്ന് ആവി കയറ്റാം. ആ ക്രാക്കറും തീർന്ന് പിന്നെയും ബോറടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ക്രാക്കറും ക്രീക്കറും ഒന്നുമില്ല, കുറച്ചു നേരം ഒക്കെ തിരിക്കാം. ഇനി വേവിച്ചെടുത്ത പെയറും നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച റവിയും പിന്നെ ഒരു 1/4 ഭാഗം പഴവും കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. മുന്നേ ഞാൻ നല്ല മഷി പോലെ അരച്ചെടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ 8 മാസമൊക്കെ ആയി യുവി ബോയ് ബിഗ് ബോയ് ആയില്ലേ. അതുകൊണ്ട് കുഞ്ഞു കഷ്ണമൊക്കെ ഫീൽ ചെയ്ത് കടിച്ചു മുറിച്ച് കഴിക്കട്ടെ. ഇത് യുവിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ. ആസ്വദിച്ച് കഴിക്കുന്നത് കാണാം.